അപ്പൊ ഗൈസ് നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് ന്യൂ ഇയർ കഴിഞ്ഞിട്ട് തിരക്കൊക്കെ പോയി. ന്യൂ ഇയർ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വ്ളോഗാണ്. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി, ഞാനത് അഭിനയിച്ച സാല ഒന്ന് സ്ക്രീനിലേക്ക് വരും. അനുമ്പ ഒരു കാര്യമുണ്ട് അഭിനയിക്കാനാണ്. ഇന്നലെ നമ്മളൊരു കൂട്ടത്തില എല്ലാവരും ഫ്രെയിമിലേക്കോ നമ്മ അങ്ങോട്ട് വന്നാല് ഇന്നലെ രാത്രി ഇതേ ഇരിപ്പണന്നിരുന്ന് കാണിച്ചു കൊടുത്ത്. അപ്പൊ ഒരുത്തൻ ഇങ്ങനെ വന്ന് അല്ലേ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞേ നാളെ കോമ്പറ്റീഷനാണ് പല ഓൾ ദ ബെസ്റ്റ് പറഞ്ഞേ. അന്നേരം ഉണ്ടല്ലോ നമ്മ പറഞ്ഞേ നാളെ രാവിലെ അമ്മ വരും. ഞാനിവനൊക്കെ വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് പറഞ്ഞ് ഡയലോഗ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഓർമ്മയില്ലേ? നിനക്ക് ഓർമ്മയുണ്ടാ? എനിക്ക് ഓർമ്മയുണ്ട്. വരണ്ടാളെ വെറുതെ ഇറങ്ങണേണ്. ഞാൻ പറഞ്ഞു ചിക്കു നീ എന്തായാലും ഇറങ്ങിയാ എന്തേലും കിട്ടൂ, എന്തേലും അടിക്കൂന്ന് പറ. ശവൻ ഇല്ല നിങ്ങ വരണ്ട. പിന്നെ അമ്മ പോയില്ല, അമ്മ പോയിട്ടിന് അവന്റെ കോൺഫിഡൻസ് പോകണ്ട. അല്ല അവൻ ഇങ്ങനെ പറഞ്ഞ ഡയലോഗ് ഇങ്ങനെയാണ്. അതെ അല്ലേ ജിംഖാന സെറ്റപ്പ് ഉദ്ദേശിച്ചത് ഒലക്കേക്കായിട്ട് പോയിട്ട് അല്ലേ എന്തായാലും തോട്ടൊക്കെ സെറ്റ് ചെയ്തില്ലേ, കുന്ത സെറ്റ് ചെയ്തില്ലേ. പക്ഷേ ചെക്കൻ പറഞ്ഞെന്താ അറിയോ, എടാ ഞാനേ വെയിറ്റ് കൊടുക്കാൻ പോയപ്പോണ്ടല്ല അവിടെ നിക്കണ ടീമുകള് സൈസ് ഇങ്ങനെയാണ് നിക്കണ. ഇങ്ങനെ ഞാൻ വണ്ടി ഓണാക്കല്ലേ, പെട്രോളല്ലേ പോണ്ടേ, പെട്രോൾ ഇപ്പൊ തീർന്നിട്ട് അടിച്ചോളൂ. പിന്നെ അവൻ പറഞ്ഞ് നിങ്ങ വന്നു കഴിഞ്ഞാലേ നമ്മ ബാഡാവും, ഞാന് ഇതാവും, ആ സംഭവത്തില് മൈൻഡ് കിട്ടൂല. രാവിലെ നമ്മ ആരോടെയാണ് നമ്മ പ്ലാൻ ചെയ്ത് നമ്മ റെഡിയായി. അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞാൽ ലോക്കിട്ടെന്നറിയോ അവിടെ ഉണ്ട് ഫ്രീ ഉണ്ട്, ജിമ്മിന്റെ മെമ്പർഷിപ്പ് വേണം. അങ്ങനെ ഇറങ്ങാൻ നമ്മ എന്നാലും ഇറങ്ങിയപ്പോഴത്തേക്കും 12 ഫോട്ടോ. അതെന്താണെന്ന് ഇപ്പൊ പറയില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മേ ബി. എന്നാലും നമ്മ ചെക്കനെ കാണാം നമുക്ക്. ഇന്നെന്താ സംഭവിച്ചാൽ ചെക്കൻ തന്നെ പറയും. പിന്നെ പിന്നെ വേറൊരു കാര്യം പറയാറുണ്ട്. നമ്മ ഒരാഴ്ചക്ക് മുമ്പ് ഒരാളെ കണ്ട് കോളേജില് ഭയങ്കര തിരക്കായ ഒരു വ്യക്തി നമ്മളെ മൈക്കൂടി. അപ്പൊ എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്, താങ്കൾ ഒരാഴ്ച ആയിട്ട് വ്ളോഗില്ല, താങ്കൾ ഇല്ലാത്തതുകൊണ്ട് എല്ലാ ഷൂട്ടും എല്ലാവർക്കും പേയ്മെന്റ് റിസീവ് ആയ വർക്കൊരു ഫുള്ള് ഡിലേ കിടക്കണേ. എന്തുകൊണ്ട്? ഞാനൊരാഴ്ച വീട്ടിൽ വരുമ്പോ 8 ആവുന്നുള്ളൂ. പിന്നെ 8 നമ്മുടെ 10 ഇരിപ്പ് ഇവിടെ റെഡ് ഡിയോല് പുലിയും ടീമും ഇപ്പുറം ഈ വണ്ടിയില് ഞാനും നടക്കാൻ പറ്റാത്തോണ്ട് വരാതാ. പുലിയല്ല അല്ലമീൻ അല്ലു നമ്മുടെ കൊച്ചെറുമീൻ അഭിമാനമാണ്. പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. എന്റെ ഒരു റീലുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട്, പയ്യെന്ന് വെച്ചാൽ നീ പറഞ്ഞോ നിന്റെ കാര്യം. ചിലപ്പോ 100 പേര് കണ്ടാവല്ലോ, ഒരാൾ എനിക്ക് ഞാൻ പറയാം. എന്റെ ഒരു വയസ്സായ ഒരു ഇതുണ്ടായി. സാധാരണ കണ്ടാ പ്രായമൊക്കെ തോന്നിക്കും, അത് വേറെ കാര്യം. എന്നാലും വയസ്സായ ഒരാളിലേക്ക് വെറും ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ചെക്കൻ ആ ഒരു ഇതിലേക്ക് എത്തിച്ച്. അത്യാവശ്യം നല്ലൊരു വർക്കായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേക്കപ്പ് അടിച്ച് പിന്നെ ഓൾറെഡി ഇതാണ് ചെക്കൻ്റെ വർക്ക്. അടിപൊളിയായിട്ട് കളറൊക്കെ ചെയ്യും, എല്ലാം ചെയ്യും. ഫുൾ മേക്കപ്പ് ആർട്ടിസ്റ്റിങ്. പിന്നെ എന്താണ് മുടി എല്ലാം ചെയ്യും ചെക്കന്. എന്താണ് ആർക്കെങ്കിലും മേക്കപ്പ് വേണമെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചെയ്ത് കൊടുക്കൂലേ. ഫോളോവേഴ്സ് ടീമോടിന്റെ ഫോളോവേഴ്സ്. അപ്പൊ എല്ലാവരും DM ചെയ്യാ. ഇനി നമുക്ക് വരാൻ പോണ ആള് ഇന്നലെ വരെ കണ്ട ടീമോടിന്റെ ചിക്കല്ല. ആര് ഒറ്റ സ്ഥലത്തില് എറണാകുളത്തില് 3ാമത്തെ ബെസ്റ്റ് ഫിസിക്കുള്ള ഒരാളാണ്. അപ്പൊ നമുക്ക് അവൻ വന്നിട്ട് ബാക്കി പുതിയ റോട്ടി ഫ്ലെക്സ് വന്നതായിരിക്കും. കൺഫേം ആയിട്ടും ഫ്ലെക്സ് തന്നെ ആയിരിക്കും. ഫ്ലെക്സിനുള്ള ആളൊക്കെ മൂവ് ചെയ്ത് തുടങ്ങി. അപ്പൊ ഇനി അവൻ വന്നിട്ട് കാണാം. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ പയ്യൻ. നൈസ് പയ്യനാണ്. ഇപ്പൊ ചെറിയ ബൂക്കി ലൈഫിലേക്കൊക്കെ കാണുന്നത് എന്താന്ന് എനിക്കറിയില്ല. എന്നാലും ഇപ്പൊ ചിരിയൊക്കെ മാറി കേട്ടാ. പണ്ടാണ്ടല്ലോ അല്ല ഞാൻ എന്തിലും പറഞ്ഞ പൂക്കി ചിരി. താടിയൊക്കെ പണ്ട് താടിയുണ്ട്, താടിയില്ല. ഞാനൊന്നും പറഞ്ഞില്ല, നീയാണ് പറഞ്ഞത്. അപ്പൊ ഗൈസ് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മളെ കൂട്ടത്തില പൂക്കിയല്ല എന്ന് വിചാരിക്കണ ഒരാളുണ്ട്. അതാണ് ഒരു ശരിയാ ചോദിക്കോ. ഞാനൊരു ഇൻസിഡന്റ് പറയട്ടെ. ഒരു ദിവസം ഉണ്ടല്ല, ഞാനൊരു പേരൊന്നും വെളിപ്പെടുത്തല്ല. എന്നാണ് ഒരാളോട് ചോദിച്ച് വൈസ് ഓഫ് എന്താണ് പറഞ്ഞത്? അത് പേഴ്സണൽ സഫു എനിക്കറിയില്ല.
ഞാൻ പറയാം. സഫു ഭയങ്കര കെയറിങ് ആണ്. പിന്നെ സഫുവിന്റെ ഡി പി ചിരി ചിരിക്ക് വെറുതെ പറഞ്ഞു വെറുതെ എന്തിനാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് നേടിയിട്ട് എന്താണ് പൊക്കത്തേക്ക് എത്താൻ പറ്റുമോ? എടാ നമുക്ക് പൊക്കത്തേക്ക് നമ്മളെ കൂട്ടത്തിൽ ജേണിയൊക്കെ യൂട്യൂബ് ചാനലിടാ. ഒരു 40 വർഷം കഴിയുമ്പോ നിനക്ക് എത്ര പിള്ളേരുണ്ടാവും? കിട്ടുന്നില്ലല്ലോ. ഓ ഓക്കെയാണ് ലിസ്റ്റ് എടുത്താൽ ലേഡീസ് ഹോസ്റ്റൽ തുടങ്ങാനുള്ള ഇതുണ്ടാവും വേണ്ടി. അപ്പൊ എന്തായാലും എനിക്കുണ്ടാവും, എനിക്കും പുലിക്കൊക്കെ ഉണ്ടാവൂലേ ചിലപ്പോ പിള്ളേര് 60 വയസ്സാകുമ്പോ പിള്ളേരുണ്ടാവും മടിച്ചോ. 60 വയസ്സാകുമ്പോ ആ സമയത്ത് നമ്മൾ ഈ വീഡിയോ കണ്ടാല് നമുക്ക് ഓർക്കാല കാര്യങ്ങള്. അതിനുവേണ്ടിയാണ് ഇപ്പൊ ചെയ്യണത്. അല്ലാണ്ട് പൊക്കത്തേക്ക് എത്താൻ താഴത്തേക്ക് എത്താനല്ല. നമ്മളെ ജേണിയല്ലേ നമ്മളെയൊക്കെ കണ്ടന്റ് അതല്ലേ. നമ്മടെ മെയിൻ എൻട്രി ഇതുവരെ എത്തിയിട്ടില്ല സാർ. ചാമ്പ്യൻ സാർ മുടിയിരുന്നു അത് ഒന്ന് കാണിച്ചു കൊടുത്ത്. ചാമ്പ്യൻ സാർ വന്നിട്ട് ഏയ് വാലെടുന്നോ പോപ്പറടിക്ക്. അപ്പൊ നമ്മുടെ ബ്ലോഗിലേക്ക് എത്തിയേക്കണാണ്. അപ്പൊ നമ്മുടെ പയ്യൻ തേരടിച്ച് ഇന്നലെ നമ്മളെ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല പരിപാടിക്ക്? ഇന്നലെ വന്നാന്ന് പറഞ്ഞ എന്തുകൊണ്ട്? അതായത് വെറുതെ വന്നിട്ട് എന്ത് ചെയ്യാ, നമുക്കൊന്നും കിട്ടുമെന്നുള്ള ഒരു ദിശയിലെ പോയാ. പ്രതീക്ഷയില്ലാണ്ട് എടാ കണ്ടന്റ് ഇവിടെയാണ് മറ്റേ കണ്ടന്റ്. അപ്പൊ ചിക്കു 2 വാക്ക് ഞാൻ ചോദിക്കണത്, ഇനി ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പ്രചോദനമാണ്. നീ ഫോട്ടോ വെച്ച് മട്ടാഞ്ചേരിയിൽ ഇങ്ങനത്തെ ആൾക്കാരില്ല, ഇങ്ങനെ ഹെൽത്തി വേയില് കഷ്ടപ്പാട് കാര്യങ്ങള് ഒരാഴ്ച. പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ള കാര്യം എന്ന് വെച്ചാല് 1 മാസം 1 വർഷം കൊണ്ടൊന്നുമല്ല, അവനൊരാഴ്ച പ്രോപ്പർ ഡയറ്റ് എടുത്ത് ഒരു സാധനം നിന്നപ്പോ ഇങ്ങനെ നോക്കിയേക്ക് ഇരുന്ന് അങ്ങനെയൊക്കെ ഒരാഴ്ച കേട്ടോ. അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് നമ്മുടെ പ്രേക്ഷകരിലേക്ക്. അത് തന്നെയാണ്. വീഡിയോ എടുത്താ മറ്റേത് ഇങ്ങനെ കടിച്ചിട്ട് സൈഡിൽ ഇതിരിക്കുമ്പോ അടുത്ത സാധനം തന്നെ പല കണ്ടന്റ്സും നമ്മ വരുത്തനായിരിക്കും. അപ്പൊ ബ്രോന്റെ ഒരു ഇതൊന്ന് പറഞ്ഞു കൊടുക്കുക, ജേണിയും കാര്യങ്ങളൊക്കെ. ആരും അറിയിക്കാണ്ട് ഇത്രയും വലിയൊരു നേട്ടമാണ് ഇപ്പൊ നേടിയേക്കണത്. മട്ടാഞ്ചേരിക്കും കൊച്ചിക്ക് അത് പിടിക്കരുതൽമാ, ചെക്കൻ പിടിക്കട്ടെ. ചെക്കൻ നമുക്ക് ഇങ്ങനെയൊക്കെ പിടിക്കാൻ അവസരം കിട്ടുള്ളൂ. നീ ഒന്ന് സെറ്റ് ആയിക്കാനാ എനിക്ക് പെട്ടെന്നാവോടാ. അപ്പൊ ഞാൻ ചോദിക്കണത് ബ്രോന്റെ ഒരു ജേണി, ബ്രോന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തി. വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞ് ഈ വെള്ളിയാഴ്ച ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, അപ്പൊ ഇറങ്ങുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ എങ്ങനെയാണ് വലിയ കണ്ടീഷൻ ഒന്നുമില്ല, പിന്നെ എങ്ങനെ ഇറങ്ങിയത്? അപ്പൊ ഇറങ്ങി നിനക്കുള്ളതിനൊക്കെ കിട്ടും. പ്രതീക്ഷ ഉണ്ടായോ കിട്ടുമെന്ന്? എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായില്ല. ഇല്ലില്ല, എനിക്കുണ്ടായി. ഇറങ്ങി 6ാമത്തെ പൊസിഷൻ ഉണ്ടെങ്കിൽ 6ാമത്തെ എനിക്ക് കിട്ടും പറഞ്ഞില്ലേ? അത് പറഞ്ഞു. ആ ഒരു പ്രതീക്ഷ നമ്മ എന്നും കൊടുക്കും. എന്നും നമ്മുടെ സപ്പോർട്ട് നിന്റെ ഒപ്പം ഉണ്ടാവും. അപ്പൊ നമ്മ കണ്ടന്റിലേക്ക് വരാം. ഇത് കാണാത്തവരൊക്കെ ഞാനൊക്കെ ഇത് ആദ്യമായിട്ടാണ് കൈമ പിടിക്കണത്. എന്തേ ഇതൊക്കെ ജീവിതാഭിലാഷമാണ്. അപ്പൊ ബ്രോ കുറച്ചു നേരം വ്ളോഗിലൊന്ന് ആക്റ്റീവ് ആവണം. പിന്നെ നമ്മുടെ ഷൂട്ട് മുടങ്ങി കിടക്കാനുള്ള കാരണം എന്താണെന്ന് പ്രേക്ഷകർ പറഞ്ഞു. സൽമാൻ ക്യാമറമാൻ അല്ലാണ്ട് ഇങ്ങനെ തമ്മിൽ എടുക്കട്ടെ അങ്ങനെ നിന്റെ എടുക്കി ചിക്കു സാലിന് വേണ്ടി മെഡൽ അടിച്ചു. അപ്പൊ ഗൈസ് ഇത് ഭയങ്കര ചെറിയൊരു വ്ളോഗാണ്. അപ്പൊ അടുത്ത വ്ളോഗായിട്ട് വന്നവരെയും സബ്സ്ക്രൈബ് ചാമ്പ്യനോട് പിന്നെയും പല കണ്ടന്റ്സ് ആയിട്ട് നമ്മ പല സ്ഥലത്തെത്താനായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ വന്നവര് സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പൊ ഗൈസ് ബൈ. മാസാലേ ബൈ കൊടുക്കും. ബൈ. അപ്പൊ നമ്മ ഒടി കളക്റ്റീവിന്റെ ഒഫീഷ്യൽ മെമ്പേഴ്സ് ആണ്. അമ്മാൻ പേരോ അനു അവിടെ ഈ കളക്റ്റീവിന്റെ മെമ്പേഴ്സ് ആണ്. പലരും നീ പൂക്കിയല്ലേ എന്നോട് പറ. അപ്പൊ അടുത്ത വീഡിയോ അപ്പൊ എല്ലാവർക്കും ബൈ.